സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നെയിമിൻ്റെ കാര്യം ന്യൂമറോളജിയെ പറ്റി സംസാരിച്ച നെയിം ന്യൂമറോളജി പക്ഷെ എന്നൊരു ആ ഒരു എപ്പിസോഡ് ലോങ് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ അടുത്തോട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഈ നെയിം ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേന് നെയിം അലൈൻമെൻറ്റ് എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള നമ്മൾ ആൾക്കാർ കണ്ടില്ലെന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സബ്ജക്റ്റ് അതിനകത്ത് കവർ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ വരത്തില്ല. അപ്പോൾ ആ ഒരു എപ്പിസോഡ് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം പല ആൾക്കാരും ലൈഫിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ. കഴിഞ്ഞിടയ്ക്ക് ഒരു പുള്ളി ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ സൂസൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അങ്ങനെ അവരുടെ ആൾക്കാണ് മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അവരുടെ പേരുമായിട്ട് വലയുന്ന നമ്പേഴ്സ്, അങ്ങനെ അതുപോലെ ബർത്ത്ഡേയായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്പേഴ്സ്, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ആ ഇമ്പോർട്ടൻസ് സപ്പോസ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമുക്ക് ഇതിനകത്ത് ലോഷോ ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലോഷോ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കും. ലോഷോ ഗ്രിഡ് വരച്ചിട്ട് 9 ഗ്രഹങ്ങളാണല്ലോ, നവഗ്രഹങ്ങൾ. ഈ 9 ഗ്രഹങ്ങളെ ഇങ്ങനെ 3 കാളികളായിട്ട് ആർക്കെല്ലാം ഡൗട്ടുള്ളവർ അഴിച്ചു നോക്കിയാൽ മതി. ഈ ലോഷോ ഗ്രിഡ് വരച്ചിട്ടാണ് നമ്മളിത് അലൈൻമെൻറ്റ് ചെയ്യുന്നത്, നെയിമിൻ്റെ അതിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ നമ്പറിൽ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണെന്ന് വെച്ചാൽ സപ്പോസ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് നമ്പറാണ്. പല ആൾക്കാർ 5 എന്ന് പറഞ്ഞാൽ പ്രിൻസാണ്, രാജകുമാരനാണ്. രാജകുമാരൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പവർ. രാജാവ് കഴിഞ്ഞാൽ രാജകുമാരനല്ലയോ. അപ്പം ആ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം നമ്മുടെ ചില ഈ നമ്മളിപ്പോൾ ടോട്ടൽ ജനിക്കുന്ന ഏകദേശം ഒരു 20% ആൾക്കാർക്ക് നമ്പർ 5 അവരുടെ ബർത്ത് ചാർട്ടിൽ അലൈൻ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ 1ഉം 4ഉം കൂടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ ബർത്ത് ചാർട്ടിൻ്റെ നടക്ക് നോക്കുമ്പോൾ ആ നമ്പർ വരുമ്പോൾ ആ ഗ്രിഡ് നമ്മൾ റെഡിയാക്കി വരുമ്പോൾ 5 വരും. പക്ഷേ ആ 5 എന്നാലും മിസ്സിങ്. ഇപ്പോൾ 5 ഉള്ള ഇപ്പോൾ ആൾക്കാരെ ഇപ്പം നമുക്ക് പോയിക്കഴിഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി 9-5 ആണ്. വിൽ പ്ലെയിൻ എന്ന് പറയും. വിൽ പ്ലെയിൻ ആൻഡ് പ്രാക്ടിക്കൽ പ്ലെയിൻ, അങ്ങനെ ഒത്തിരി ഇതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കാറുണ്ട്. അത് കാരണം വിൽ പ്ലെയിൻ. അപ്പം 9-5 എന്ന് 159. അപ്പം ഇങ്ങനെ വരുമ്പം വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പം 9-5 എന്ന് പറയുന്ന കോമ്പിനേഷൻ സപ്പോസ് 5 ഇപ്പോൾ നമ്മുടെ യോഗി ആദിത്യനാഥ് എവിടെത്തി. യോഗി ആദിത്യനാഥിൻ്റെ ബർത്ത് 9-5 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ അല്ലെന്നൊരു 5 ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട മമതാ ബാനർജി ഒക്കെ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്താണ് ഒരു പൊസിഷൻ എത്തിയത്. ഹാർഡ് വർക്കാണ്. അതേപോലെ നമ്മുടെ രൺവീർ സിംഗ്, എന്തിനു പറയുന്നത്, നമ്മുടെ നേരത്തെ LK-47 സഞ്ജയ് ദത്ത്, അവർക്ക് അപ്പോൾ നോക്കിയാൽ അതിൻ്റെ അപ്പം അവരൊക്കെ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ പോയത്. ആ സ്ട്രഗിളിൽ പോയിട്ട് അങ്ങനെ വന്നു. നരേന്ദ്രമോദി തന്നെ മോശമാണോ? 951 എന്ന് പറയുമ്പോൾ അവിടെ ആ 951. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബാർ വന്നു. ഡിസിഷൻ മേക്കിങ് അല്ലെന്നൊരിൽ കാര്യങ്ങൾ ചെയ്യുക, കറക്റ്റ് ഡിസിഷൻ എടുക്കുക, പ്രയോറിറ്റി ബേസിക് കാര്യങ്ങൾ ചെയ്യുക, പേഷ്യൻസ്, തന്നെ ഏത് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇപ്പം പറഞ്ഞ 3-4-5 പേരുടെ ഒക്കെ ബർത്ത് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ വാർ നെവർ എൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പം പാകിസ്ഥാനെ അടിച്ചിട്ട് നെവർ വാർ നെവർ എൻഡ്, അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ് കാര്യങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള പവറും പൊട്ടൻഷ്യലും. അതേമാതിരി ഇപ്പോൾ നോക്കി നമ്മുടെ മൈക്കിൾ ജാക്സൺ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ 9-5 ആണ്. അപ്പോൾ ഈ മൈക്കിൾ ജാക്സൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത വർഗ്ഗക്കാരനെ എവിടുന്ന് ഫൈറ്റ് ചെയ്ത് ഏത് ലെവലിൽ നിന്ന് എത്തി. നമ്മുടെ APJ അബ്ദുൽ കലാം, അതേമാതിരി APJ അബ്ദുൽ കലാം ഈ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആ നമ്പറിൻ്റെ എനർജി, നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ 816 951 816 കോമ്പിനേഷൻ ഉണ്ട്. 8 എന്ന് പറഞ്ഞാൽ 816 അവിടെ ലക്ഷറിയാണ്. 8ഉം 1ഉം 6ഉം അല്ല. 816 എന്ന് പറയുമ്പം 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. നരേന്ദ്രമോദിക്ക് ഉണ്ടത്. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. രണ്ടും കൂടെ പുള്ളിക്ക് മാച്ചായിട്ടുണ്ട്. അപ്പം ഈ ശനിയാണ്. 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. 6 എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ്. നരേന്ദ്രമോദിക്ക് തന്നെ ലക്ഷറിയുടെ മീൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തായാലും ലക്ഷറി എല്ലാം പുള്ളി എൻജോയ് ചെയ്യുന്നതുകൊണ്ട്. ബർത്ത് ചാർട്ടിൽ പോലെ നോക്കിയാൽ 17 പുള്ളിയുടെ ബർത്ത് ചാർട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും പുള്ളി കേതുവിൻ്റെയാണ് 7 എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാരെ, കുറേ സന്യാസിമാരെ എല്ലാവരും കൊണ്ടുപോയി എടുക്കുകയും ചെയ്യും. അതുകൂടാതെ അവർക്കെന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഗ്രഹമാണ്, ഈഗോയുടെ ഗ്രഹമാണ്, ഫൈറ്ററാണ്, രാഷ്ട്രീയക്കാരാണ്. അവരുടെ കാര്യങ്ങൾ, ആ ഡെസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും
ഉള്ള ഒരു കഴിവാണ് 1 7 എന്ന് പറഞ്ഞാൽ കേതുവാണ്. അപ്പോൾ ഈ 1 7 കൂടെ കേതു വന്നിട്ട് 8 വന്നു. 1 7 വന്നപ്പോൾ 8 എന്ന് പറഞ്ഞാൽ അവിടെ സാറ്റേണാണ്. 1 7 കൂടെ കൂടിയിട്ടായിട്ട് വരുന്നത്. സാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ്, അല്ല ബാങ്കിങ് ഫൈനാൻസ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ജഡ്ജിമാർ. അപ്പം ഇതൊക്കെ ഈ 8ൻ്റെ റേഡിയേഷൻ വരും. അപ്പോൾ അങ്ങനെ എല്ലാ നമ്പേഴ്സിനും ഒരുപാട് എനർജി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ കാര്യം പറയാൻ കാരണം ഓരോ ബ്രാൻഡുണ്ട്. ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ഉള്ള ഒരു ബിസിനസ് ആണെന്നൊരു 3 അലൈൻ ചെയ്ത 3 എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ 2ൻ്റെ റേഡിയേഷൻ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇത് വേണം. ഇപ്പം തന്നെ ഞാനൊരു ചാനൽ, എൻ്റെ ഒരു ചാനലുണ്ട് അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞ ചാനൽ മീൻസ് തുടങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് നോക്കി. അപ്പോൾ ഒന്നാണ് അസ്ട്രോ പ്ലസ് എന്ന് പറയുമ്പം അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ 3 7 3 എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററാണ്, എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് ജൂപ്പിറ്റർ. 7 എന്ന് പറഞ്ഞാൽ കേതുവാണ്, ഒക്കൽട്ടാണ്. അപ്പോൾ നോക്കിയേ 3 7 കൂടെ കൂട്ടിയപ്പോൾ ടോട്ടൽ കൂട്ടിയപ്പോൾ 10 വന്നു. 10ൽ നിന്ന് നമുക്ക് 10ൻ്റെ ടോട്ടൽ വരുമ്പോൾ 1 അല്ലേ? അപ്പോൾ അവിടെ രാജാവാണ്, അതോറിറ്റിയുടെ ഗ്രഹമാണ്, കമാൻഡിങ് പവറായി. ബാക്കി എല്ലാ സംഭവങ്ങളും ആ 1ൻ്റെ എനർജി കിട്ടും. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ ഏത് നമ്മളൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോഴും, ബ്രാൻഡ് ആയാലും അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ ചാനൽ തുടങ്ങും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ബർത്ത് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതും നിങ്ങളുടെ ഇതിലുള്ള മിസ്സിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള എനർജിയൊക്കെ കയറ്റി വിട്ടിട്ട് നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ചിലപ്പോൾ ഒരു സ്പെല്ലിങ്ങോ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ മതി. ആ രീതി കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജിയുടെ നമ്മുടെ വേറെയുള്ള എപ്പിസോഡുണ്ട്. അതേപോലെ ഈ പറഞ്ഞുള്ള ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ് നെയിമുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. അപ്പോൾ ബ്രാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഈ ഇങ്ങനെയുള്ള നെയിമും ബ്രാൻഡും എല്ലാം അലൈൻ ചെയ്തതായിട്ട് കിടക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ പരാമർശിച്ചിരുന്നു, കുട്ടികളുടെ കാര്യമാണെങ്കിലും വലിയ ആൾക്കാരുടെ കാര്യമായാലും. അപ്പോൾ നമുക്ക് ചില വേണ്ടപ്പെട്ടായിട്ടുള്ള പല സംഭവങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പല എപ്പിസോഡിലായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അധികം നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷനോ മൊബൈൽ ന്യൂമറോളജിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരില്ല. നമ്മുടെ 7909113957 7909113957 നമ്മുടെ മൊബൈൽ നമ്പറിൽ വാട്സപ്പ് അയക്കാവുന്നതല്ല. അല്ലെങ്കിൽ ഒരു നമ്പറോടുണ്ട് 8086871463. ആ നമ്പർ വേണമെങ്കിലും വാട്സപ്പ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നെയിം ന്യൂമറോളജി ബ്രാൻഡ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുക, പീസ് കാര്യങ്ങളുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നെയിം അലൈൻമെൻറ്റ് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും. അതുപോലെ നമ്മുടെ ചാനലുണ്ട് അസ്ട്രോ ഗുരു എന്ന് പറയുന്ന ചാനലുണ്ട്. അസ്ട്രോ പ്ലസ് എന്ന് പറയുന്ന ചാനലുണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിന്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷനും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.